പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് വേക്കൻസികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ 3480 വേക്കൻസികളും സൈബർ പാർക്ക്, ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് തുടങ്ങിയ IT മേഖലകളിലേക്കുള്ള വ്യത്യസ്ത സാധ്യതകളും നമ്മൾ ഈ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ആയിരക്കണക്കിന് വേക്കൻസികൾക്കുള്ള ലാസ്റ്റ് അപ്ഡേഷൻ കൊടുക്കേണ്ട ഡേറ്റും ഈ ആഴ്ചയിലാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേന്ദ്ര ആരോഗ്യ സ്ഥാപനങ്ങളായിട്ടുള്ള എയിംസ്, ജിപ്മർ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വഴി ഗ്രൂപ്പ് B, C തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെ, ഡയറ്റീഷ്യൻ ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളാണ്. അവിടെ OT അസിസ്റ്റൻറ്റ് 315 വേക്കൻസികളും, സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് 238 വേക്കൻസികളും, സ്റ്റെനോഗ്രാഫർ 228 വേക്കൻസികളും കാണാൻ വേണ്ടി പറ്റും. വിവിധ തസ്തികകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. രാജ്യത്തെ പ്രമുഖ IT പാർക്കുകളായിട്ടുള്ള ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ആൻഡ് സൈബർ പാർക്ക്, ഇവിടെ വ്യത്യസ്ത തസ്തികകളിലേക്ക് IT മേഖല അല്ലാത്ത മേഖലകളിലേക്ക് കൂടെ ഉൾപ്പെടെ ഇത് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കിൽ നിലവിൽ ജൂനിയർ ഡിസൈനർ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, വീഡിയോഗ്രാഫർ, ഫ്ലട്ടർ ഡെവലപ്പർ, ജൂനിയർ Q&A ടെസ്റ്റർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനി കം എക്സിക്യൂട്ടീവ്, ഡാറ്റ സയൻറ്റിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്കും കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ വ്യത്യസ്ത തസ്തികകളായിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിങ് കം വീഡിയോ എഡിറ്റർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, IT സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, ജൂനിയർ ഡെവലപ്പർ IT, IIS ഡെവലപ്പർ തുടങ്ങിയ തസ്തികകളിലേക്കും കോഴിക്കോട് സൈബർ പാർക്കിൽ വിവിധ തസ്തികകളായ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വേൾഡ് പ്രോസസ്സിംഗ് ഡെവലപ്പർ, സെയിൽസ് അക്കൗണ്ടന്റ് മാനേജർ, ഇതിൽ ഇന്റേൺഷിപ്പ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത്തരം വേക്കൻസികളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ID, വെബ്സൈറ്റ്, കമ്പനി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ IT മിഷനിൽ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലും ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലുമാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തസ്തികകൾ ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ്, സീനിയർ ഇൻഫർമേഷൻ അനലിസ്റ്റ് കരാർ നിയമനമാണ്. 80,000 രൂപ വരെയാണ് സാലറി നിശ്ചയിച്ചിട്ടുള്ളത്. BE, BTech തുടങ്ങിയ ടെക്നിക്കൽ ഡിഗ്രിയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ കരാർ നിയമനമാണ്. ശമ്പളം 52,000 രൂപയാണ്. യോഗ്യത BE, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വെച്ചിട്ടുള്ളത്. പ്രായപരിധി 35 തസ്തിക ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ കരാർ നിയമനമാണ്. 23,400 രൂപയാണ് സാലറി. ബിരുദം 1 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. മെസ്സഞ്ചർ കം ഓഫീസ് അസിസ്റ്റന്റ് നിയമനം 19,319 രൂപ സാലറി അടിസ്ഥാനത്തിലാണ്. 10ാം ക്ലാസ് വിജയമാണ് യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രായപരിധി 36 വയസ്സ്. ഹെഡ് ഗവേണൻസ് മുഴുവൻ തസ്തികകളിലേക്കും അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 26. കേരള IT മിഷൻ വെബ്സൈറ്റ്, സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. ഏറ്റവും പുതിയ കരിയർ ജോബ് അപ്ഡേറ്റിനായി വാട്സപ്പ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.